സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ ഇൻഫോർമൽ ഫാലസി എന്നുള്ളൊരു ഭാഗമാണ്. നോക്കാം, എന്താണ് ഇൻഫോർമൽ ഫാലസി? An informal fallacy is an error in reasoning that occurs due to problem with the content, language or the context of an argument rather than a defect in its logical form or structure. അപ്പോൾ നമ്മൾ ഫാലസി പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് ഫാലസിയാണ് വരുന്നത്. ഫോർമൽ ഫാലസിയും ഉണ്ട്, ഇൻഫോർമൽ ഫാലസിയും ഉണ്ട്. ഫോർമൽ ഫാലസി എന്ന് വെച്ചാൽ അതിൻ്റെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ അല്ലേ നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിമൈസുകളുണ്ട്, അതുപോലെ കൺക്ലൂഷൻ ഉണ്ട്, എപ്പോഴാണ് ഒരു ആർഗ്യുമെൻ്റായി മാറുന്നതെന്നൊക്കെ കണ്ടിരുന്നു. സോ എന്താണ്, ഇപ്പോൾ ഫോർമൽ ഫാലസി ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻഫോർമൽ ഫാലസി ആണ്. അതെന്താണ്, അതിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ആർഗ്യുമെൻ്റ് കോണ്ടെക്സ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്നത്. Unlike formal fallacies, which can be identified simply by examining the shape of the argument, informal fallacies require analyzing what is actually being said. കണ്ടോ, നമുക്ക് ഫോർമൽ ഫാലസീസ് ആണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം? ആ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഷേപ്പും അതിൻ്റെ സ്ട്രക്ചറും ഫോർമാറ്റും ഒക്കെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇൻഫോർമൽ ഫാലസി ആണ് എങ്കിൽ എന്താണ് പറഞ്ഞത്, ആക്ച്വലി എന്താണ് പറഞ്ഞത് എന്ന് നോക്കിയിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിന് ചേരുന്ന രീതിയിലാണോ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റ് ആണോ, അതിൻ്റെ ലാംഗ്വേജ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അതൊരു ഇൻഫോർമൽ ഫാലസി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റൂ. നോക്കിയേ, ഇൻഫോർമൽ ഫാലസി കോമൺലി എറൈസ് ഫ്രം ഇറെലവൻ്റ് അപ്പീൽ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണും അപ്പീൽ ടു ഇമോഷൻ ഉണ്ട്, അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ട്. എന്താണ്, ഇപ്പോൾ അതോറിറ്റി ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇമോഷണലി എന്താണ് നമ്മൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് പോപ്പുലാരിറ്റി ഒരുപാട് ആളുകൾ ചെയ്യുന്നതുകൊണ്ട് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നു. ഈ ഒരു രീതിയിലൊക്കെ എന്ത് വരാം, ഇൻഫോർമൽ ഫാലസി വരാം. കണ്ടോ, ഓർ അംബിഗ്വസ് ഓർ മിസ്ലീഡിംഗ് ലാംഗ്വേജ്, faulty assumptions, insufficient evidence or attempt to divert attention from the real issue. എങ്ങനെയൊക്കെ വരാം ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്നത്? കണ്ടോ, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ആയിരിക്കും, പ്രോപ്പർ ആയിട്ട് ഒരു എവിഡൻസ് ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ തെറ്റായ അസംഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് റിയൽ ഇഷ്യൂയിൽ നിന്നും എന്താണ് നമ്മൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെയൊക്കെയും ഇൻഫോർമൽ ഫാലസി കാണാറുണ്ട്. നോക്കിയേ, recognizing these fallacy is an essential skill in critical thinking as it helps us to evaluate arguments in debates, advertisements, politics, media and everyday conversation and prevent us from being misled by reasoning that only appears logical. എന്താണ് ഈ ഒരു നമുക്ക് ഇൻഫോർമൽ ഫാലസി മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻ, ഡെയിലി ലൈഫിൻ്റെ കോൺവെർസേഷനിലും അഡ്വർടൈസ്മെൻറ്റുകളിലായിട്ടും പൊളിറ്റിക്സിൽ, മീഡിയയിൽ, ഡിബേറ്റുകളിലൊക്കെ നമ്മൾ ഡെയിലി കാണാറുള്ള ഒരു കാര്യം തന്നെയാണ് ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്നത്. അതുവഴി എന്താണ് നമ്മളൊരു തെറ്റായ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു റീസണിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെയാണ് എന്ന് നമ്മൾ കരുതാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണ് ശരിക്കും ഇൻഫോർമൽ ഫാലസിയിൽ വരുന്നത്. എന്താണ് ശരിക്കും ഇൻഫോർമൽ ഫാലസി എന്ന് വെച്ചാൽ, ഫോർമൽ ഫാലസി ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിലോ ഉണ്ടാകുന്ന മാറ്റമായിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഫാലസി ആണെങ്കിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിലോ കണ്ടന്റിലോ ലാംഗ്വേജിലോ ഒക്കെ ഉണ്ടാവുന്ന ഇറർ കൊണ്ട് സംഭവിക്കുന്നതാണ് ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസി, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത 2-3 ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുണ്ട്. പേപ്പർ 1 ലോജിക്കൽ റീസണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് ഇൻഫോർമൽ ഫാലസി, എക്സാമ്പിൾസ് തന്നിട്ടാണ് നോർമലി ഇൻഫോർമൽ ഫാലസി ചോദിക്കാറുള്ളത്. നോക്കാം, എന്താണ് അഡ് ഹോമിനം? ഒന്നാമത്തേതാണ് അഡ് ഹോമിനം. കൂടുതലും ഇൻഫോർമൽ ഫാലസീസ് നമ്മൾ ലാറ്റിൻ വേർഡിലാണ് പറയുന്നത്. അഡ് ഹോമിനത്തിൻ്റെ മീനിങ് ആണ് എഗെയിൻസ്റ്റ് പേഴ്സൺ, ഒരു പേഴ്സണെതിരെയാണ്, അല്ലെ അറ്റാക്കിംഗ് ദ പേഴ്സൺ മേക്കിംഗ് ദ ആർഗ്യുമെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് അഡ്രസ്സിങ് ദ ആർഗ്യുമെൻറ്റ് ഇറ്റ് സെൽഫ്. ആർഗ്യുമെൻറ്റ് എന്താണ് അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം എന്താണ് ഒരാൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നു, ഒരാളെ എന്താണ് പ്രത്യേകിച്ച് ഒരു പേഴ്സണെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അഡ് ഹോമിനം എന്ന് പറയുന്നത്. അതാണ് എഗെയിൻസ്റ്റ് പേഴ്സൺ. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു കാൺ ട്രസ്റ്റ് ജോൺസ് ഒപ്പീനിയൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഹീ ഈസ് നോട്ട് എവൻ എ സയൻറ്റിസ്റ്റ്. ഉണ്ടോ, ജോണിനെതിരെയാണ് അല്ലേ, എഗെയിൻസ്റ്റ് ജോൺ ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന്
ക്ലൈമറ്റ് ചേഞ്ചിനോടുള്ള ജോണിൻ്റെ ഒപ്പീനിയനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ജോൺ ഒരു സയൻറ്റിസ്റ്റ് പോലും അല്ല അല്ലേ. അപ്പോൾ ജോണിനെതിരെയാണ് കണ്ടോ, എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു പേഴ്സണെ എടുത്ത് പറയുമ്പോഴാണ് കൂടുതലും എന്ത് വരിക, അഡ് ഹോമിനം പറയുക. എക്സാമ്പിൾ സഹിതം നോക്കി വെക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? യു ക്യാൻ ട്രസ്റ്റ് ജോൺസ് ഒപ്പീനിയൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഹീ ഈസ് നോട്ട് എവൻ എ സയൻറ്റിസ്റ്റ് അല്ലേ. ജോൺ ഒരു സയൻറ്റിസ്റ്റ് പോലും അല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് എന്താണ് ജോണിൻ്റെ ഒപ്പീനിയൻ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ളത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അതാണ് അഡ് ഹോമിനം എഗെയിൻസ്റ്റ് ദ പേഴ്സൺ. നെക്സ്റ്റ് നോക്കിയേ, സ്ട്രോമാൻ, ദാറ്റ് ഈസ് പൊസിഷണൽ അറ്റാക്ക്. സ്ട്രോമാൻ എന്താണ്? പൊസിഷണൽ അറ്റാക്ക് ആണ് സംഭവിക്കുക. മിസ്റെപ്രസെൻറ്റിംഗ് ഓർ എക്സാഗ്രേറ്റിംഗ് സംവൺസ് ആർഗ്യുമെൻറ്റ് ടു മേക്ക് ഇറ്റ് ഈസിയർ ടു അറ്റാക്ക്. എന്താണ്? ഒരാളുടെ ആർഗ്യുമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ. കൂടുതലായിട്ട് പെരുപ്പിച്ച് കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലോ, ഒന്നുകൂടെ എക്സാഗ്രേറ്റ് ചെയ്യുകയാണ്. എന്താണ്? അയാളെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അല്ലേ, ഒരാളുടെ ആർഗ്യുമെൻറ്റിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് കാണിക്കുന്നു. എക്സാമ്പിൾ നോക്കിയേ, വെജിറ്റേറിയൻസ് വാണ്ട് ടു എലിമിനേറ്റ് ഓൾ മീറ്റ് സോ ദേ വിൽ ഫോഴ്സ് അസ് ടു ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. എന്താണ്? വെജിറ്റേറിയൻസിന് എന്താണ്? മീറ്റ് ഫുള്ളി എലിമിനേറ്റ് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നമ്മളെ പ്ലാന്റ്സ് മാത്രം കഴിക്കാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യും എന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ പൊസിഷണൽ അറ്റാക്ക് ആണ്. വെജിറ്റേറിയൻസ് എന്താണ്? അവർക്ക് മീറ്റ് എലിമിനേറ്റ് ചെയ്യണം, അതുപോലെ അവർ നമ്മളെ പ്ലാന്റ്സ് എന്താണ് ഈറ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുമോ? ഇല്ല അല്ലേ. അതാണ് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയാണ്, അല്ലെ മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്. അതാണ് സ്ട്രോമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ദാറ്റ് ഈസ് അപ്പീൽ ടു ഇഗ്നറൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പീൽ ടു ഇഗ്നറൻസ്. ക്ലെയിമിങ് സംതിങ് ഈസ് ട്രൂ ബിക്കോസ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൂവൻ ഫാൾസ് ഓർ വൈസ് വേഴ്സ. എന്തെങ്കിലും എന്താണ് ട്രൂ ആണെന്ന് പറയുക, ആരും ഇതുവരെ അത് ഇല്ല അല്ലെ, അത് ഫാൾസ് ആണെന്നുള്ളത് ആരും പ്രൂവ് ചെയ്തിട്ടില്ല. എന്താണ്? ഒരു കാര്യം എന്താണ്? ട്രൂ ആണ്, ആരും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അത് ഫാൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വൈസ് വേഴ്സ, നേരെ തിരിച്ചും. എക്സാമ്പിളും കൂടെ നോക്കിയേ. എക്സാമ്പിൾ, ഏലിയൻസ് മസ്റ്റ് എക്സിസ്റ്റ് ബിക്കോസ് നോ വൺ ഹാസ് പ്രൂവൺ ദേ ഡോൺ. എന്താണ്? ഉറപ്പായിട്ടും ഏലിയൻസ് ഉണ്ട്, ഏലിയൻസ് ഇല്ല എന്നാരും പ്രൂവ് ചെയ്തിട്ടില്ല. കണ്ടോ, ഏലിയൻസ് ഇല്ല എന്നുള്ള കാര്യം ആരും പ്രൂവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഏലിയൻസ് ഉണ്ട് അല്ലെ, ഏലിയൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം ട്രൂ ആണ്, ആരും അത് ഫാൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ പറയുന്നതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. അതാണ് കണ്ടോ, ഏലിയൻസ് ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അതില്ല എന്ന് ആരും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ വരാവുന്നതാണ് ഗോഡ് ഉണ്ട്, കാരണം എന്താണ്? ഗോഡ് ഇല്ല എന്നുള്ളത് ആരും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ ഗോസ്റ്റ് ഉണ്ട്, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള എന്താണ്? ഗോസ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യം ആരും പ്രൂവ് ചെയ്തിട്ടില്ല. ഈ ഒരു എക്സാമ്പിൾ ഒക്കെ കാണിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് അപ്പീൽ ടു ഇഗ്നോറൻസ്. നെക്സ്റ്റ് വൺ, ഫാൾസ് ഡിലേമ. എന്താണ് ഫാൾസ് ഡിലേമ എന്ന് വെച്ചാൽ, രണ്ട് ഫാൾസ് ഡിലേമ എന്ന് പറയുന്നതിന് മറ്റൊരു പേരുണ്ട്, ഫാൾസ് ഡൈക്കോട്ടോമി. ഫാൾസ് ഡിലേമ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫാൾസ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത്. പ്രസന്റിങ് ഓൺലി ടു ഓപ്ഷൻ വെൻ മോർ എക്സിസ്റ്റ്. രണ്ട് ഓപ്ഷൻസ് മാത്രം പ്രസൻറ്റ് ചെയ്യാണ്. എന്താണ്? രണ്ട് ഓപ്ഷനിൽക്കാളും കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലെ, കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും രണ്ട് ഓപ്ഷൻസ് മാത്രം പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഫാൾസ് ഡിലേമ അല്ലെങ്കിൽ ഫാൾസ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത്. നോട്ട് ഡൗൺ ചെയ്യണം, ഫാൾസ് ഡിലേമ അല്ലെങ്കിൽ എന്താണ്? ഫാൾസ് ഡൈക്കോട്ടോമി. രണ്ട് ഓപ്ഷൻസ് മാത്രം പ്രസൻറ്റ് ചെയ്യാണ്. രണ്ടിലധികം ഓപ്ഷൻസ് ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ രണ്ട് ഓപ്ഷൻസ് മാത്രം പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാൾസ് ഡിലേമ അല്ലെങ്കിൽ ഫാൾസ് ഡൈക്കോട്ടോമി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, യു മസ്റ്റ് എയ്തർ സ്റ്റഡി ഓൾ നൈറ്റ് ഓർ ഫെയിൽ ദ എക്സാം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നൈറ്റ് ഫുള്ള് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് ഫെയില് ചെയ്യണം അല്ലേ. രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ നൈറ്റ് പഠിക്കുക അല്ലെങ്കിൽ എക്സാമിന് ഫെയിൽ ആകുക. അല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലേ? നമുക്ക് പകലിരുന്ന് ഡേ ഇരുന്ന് പഠിച്ചിട്ട് നമുക്ക് എക്സാമിന് പാസ്സാകാൻ മേലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും രണ്ട് ഓപ്ഷൻ അല്ലേ മാത്രം മുന്നോട്ട് വെക്കുന്നതാണ് ഫാൾസ് ഡിലേമ, ഫാൾസ് ഡൈക്കോട്ടോമി. ഡൈ എന്ന് പറഞ്ഞാൽ ടു അല്ലേ, സോ ഫാൾസ് ഡൈക്കോട്ടോമി അല്ലെങ്കിൽ ഫാൾസ് ഡിലേമ എന്ന് പറയും. നെക്സ്റ്റ് നോക്കാം, സ്ലിപ്പറി സ്ലോപ്പ്. എന്താണ് സ്ലിപ്പറി സ്ലോപ്പ്? ആർഗ്യുവിംഗ് ദാറ്റ് small step will inevitably lead to a chain of relevant negative events. എന്താണ് അവിടെ പറയുന്നത്? ഒരു ചെറിയ സ്മോൾ സ്റ്റെപ്പ് പോലും പിന്നെ എങ്ങോട്ട് നയിക്കുന്നു? ഒരു ചെയിൻ ഓഫ് നെഗറ്റീവ് ഇവൻറ്റ്സ്. ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങി പിന്നെ മുന്നോട്ട് എന്താണ്? നെഗറ്റീവ് ഇവൻറ്റുകളാണ് സംഭവിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് റിലേറ്റീവ് എന്താണ്
നെഗറ്റീവ് ഇവൻറ്റ്സ് സംഭവിക്കുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ്. വീണ്ടും വീണ്ടും സ്ലിപ്പ് ചെയ്ത് അങ്ങനെ പോവുക എന്നുള്ളത്. നോക്കിയേ, ഇഫ് യു സ്കിപ്പ് ക്ലാസ് ടുഡേ യു വിൽ സ്കിപ്പ് എവറി ഡേ, ഫെയിൽ ഓൾ സബ്ജക്റ്റ് ആൻഡ് നെവർ ഗെറ്റ് എ ജോബ്. ഉണ്ടോ, ഒരു ചെറിയ കാര്യം അല്ലേ? ഇഫ് യു സ്കിപ്പ് ക്ലാസ് ടുഡേ, നിങ്ങൾ ഇന്ന് ക്ലാസ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്? യു വിൽ സ്കിപ്പ് എവറി ഡേ, നിങ്ങൾ പിന്നെ എന്നും അത് സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് എല്ലാ സബ്ജക്റ്റിനും ഫെയിൽ ആവും, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ജോലിയും കിട്ടില്ല എന്ന്. കാരണം ചെറിയൊരു കാര്യം, ഒരു ദിവസം ക്ലാസ് സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് കുറേ നെഗറ്റീവ് ഇവൻറ്റ്സ് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുക. കണ്ടോ, ചെയിൻ ഓഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇവൻറ്റ്സ്, അതിനെയാണ് നമ്മൾ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുക. ഓർത്തിരുന്നോണം കിട്ടുക. ആ കോർ പോയിന്റ് എന്ന് പറയുന്നത് ചെയിൻ ഓഫ് റിലേറ്റഡ് നെഗറ്റീവ് ഇവൻറ്റ്സ് എന്നുള്ളതാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, സർക്കുലർ റീസണിങ്. എന്താണ് സർക്കുലർ റീസണിങ്? യൂസിങ് ദ കൺക്ലൂഷൻ ആസ് പ്രിമൈസ് ഇൻ ദ ആർഗ്യുമെന്റ്. എന്താണ്? കൺക്ലൂഷനെ തന്നെ പ്രിമൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് സർക്കുലർ റീസണിങ് എന്ന് പറയും. സർക്കുലർ റീസണിങ്. ദ ബൈബിൾ ഈസ് ട്രൂ ബിക്കോസ് ഇറ്റ് സേസ് സോ ഇൻ ദ ബൈബിൾ. ബൈബിൾ ട്രൂ ആണ്, ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട്. കണ്ടോ, നമ്മൾ കൺക്ലൂഷനെ തന്നെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സർക്കുലർ റീസണിങ് എന്ന് പറയുന്നത്. ബൈബിൾ ട്രൂ ആണ് ബിക്കോസ് ഇറ്റ് സേസ് സോ ഇൻ ദ ബൈബിൾ. ബൈബിളിൽ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ഒരു സർക്കുലർ റീസണിങ് അല്ലേ? കൺക്ലൂഷനും പ്രിമൈസും ഒക്കെ ഒന്നാണ് അല്ലേ? അതിനെയാണ് നമ്മൾ സർക്കുലർ റീസണിങ് എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, ഹാസ്റ്റി ജനറലൈസേഷൻ. എന്താണ് ഹാസ്റ്റി ജനറലൈസേഷൻ? ദാറ്റ് ഈസ് മേക്കിംഗ് എ ബ്രോഡ് ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ ഇൻസഫിഷ്യൻറ്റ് എവിഡൻസ്. നമ്മുടെ കയ്യിൽ മതിയായ എവിഡൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ കാര്യത്തിൻ്റെ ബേസിൽ നമ്മൾ ഒരു ബ്രോഡ് ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ആ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഐ മെറ്റ് 2 റൂഡ് പീപ്പിൾ ഫ്രം സിറ്റി എക്സ്. സിറ്റി എക്സിലുള്ള 2 റൂഡ് പീപ്പിളിനെ ഞാൻ മീറ്റ് ചെയ്തു. സോ എവറി വൺ ഫ്രം സിറ്റി എക്സ് മസ്റ്റ് ബി റൂഡ്. അതുകൊണ്ട് സിറ്റി എക്സിലുള്ള എല്ലാ ആൾക്കാരും റൂഡാണെന്ന് പറയുമോ? നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? സിറ്റി എക്സിലെ 2 ആളുകൾ റൂഡാണെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റിയിലെ എല്ലാ ആളുകളും റൂഡാകണമെന്നുണ്ടോ? ഇല്ല അല്ലേ? ആ ഒരു ചെറിയ കാര്യത്തിൻ്റെ ബേസിൽ ബ്രോഡ് ജനറലൈസേഷൻ കൊണ്ടുവരാൻ നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല അല്ലേ? ദാറ്റ് ഈസ് ഈ ഒരു ഇൻഫോർമൽ ഫാലസിയാണ്. അതാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ നോക്കിയേ, നെക്സ്റ്റ് വൺ, പോസ്റ്റ് ഹോക്ക്. എന്താണ് പോസ്റ്റ് ഹോക്ക്? പോസ്റ്റ് എന്ന് വെച്ചാൽ ശേഷം അല്ലെ? പോസ്റ്റ് മുന്നേ, പോസ്റ്റ് ശേഷം എന്നുള്ള രീതി നമ്മൾ പറയല്ലേ. സോ പോസ്റ്റ് ഹോക്ക് എന്ന് വെച്ചാൽ അസ്യൂമിങ് ദാറ്റ് ബിക്കോസ് വൺ ഇവന്റ് ഫോളോഡ് അനദർ ദ ഫസ്റ്റ് കോസ്ഡ് ദ സെക്കൻഡ്. ഒരു കാര്യത്തിന് ശേഷം അടുത്തൊരു ഇവന്റ് സംഭവിക്കുന്നു. അപ്പം നമ്മൾ പറയുവാണ് ആദ്യത്തെ ഒരു കാര്യം, ആദ്യത്തെ ഒരു കാര്യമാണ് രണ്ടാമത്തെ ഇതിന് കാരണമായത് എന്ന് പറയാണ്. എക്സാമ്പിളൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഒന്നുമില്ല, ആദ്യം ഒരു ഇവന്റ് നമ്മൾ ചെയ്യുന്നു, രണ്ടാമത്തെ ഇവന്റ് സംഭവിക്കുമ്പോഴത്തെ പറയുകയാണ് ആദ്യത്തെ ഇവന്റ് ആണ് രണ്ടാമത്തെ ഇവന്റിന് കാരണമായത് എന്ന് പറയുവാണ്. കണ്ടോ, എക്സാമ്പിൾ, ഐ വോർ മൈ ലക്കി സോക്സ് ആൻഡ് വി വോൺ ദ ഗെയിം സോ ദ സോക്സ് മസ്റ്റ് ബി ലക്കി. കണ്ടോ, ഞാൻ എൻ്റെ ലക്കി സോക്സ് ഇട്ടു, അതുകൊണ്ടാണ് നമ്മൾ ഗെയിം വിൻ ചെയ്തതിന് കാരണം എൻ്റെ ലക്കി സോക്സ് ആണ്. കണ്ടോ, ഞാൻ എൻ്റെ ലക്കി സോക്സ് ഇട്ടു, അതുകൊണ്ടാണ് നമ്മൾ വി വോൺ ദ ഗെയിം ആൻഡ് സോ ദ സോക്സ് മസ്റ്റ് ബി ലക്കി. അതുകൊണ്ട് സോക്സ് ലക്കി ആണെന്ന് പറയുവാണ്. ഈ ലക്കി സോക്സ് ഇട്ടത് കൊണ്ടാണ് നമ്മൾ ഗെയിം വോൺ ചെയ്തത് എന്ന് പറയുന്നതാണ്. അതാണ് പോസ്റ്റ് ഹോക്ക്. മനസ്സിലായോ? ഞാൻ എൻ്റെ ലക്കി സോക്സ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഗെയിം വോൺ ചെയ്തത്, എൻ്റെ സോക്സ് എന്ന് പറയുന്നത് ലക്കിയാണ് എന്ന് പറയുകയാണ്. അതാണ് പോസ്റ്റ് ഹോക്ക്. ഒരു ഇവന്റിന് ശേഷം മറ്റൊരു ഇവന്റ് നടക്കുമ്പോൾ പറയുവാണ് ആദ്യത്തെ ഇവന്റ് ആണ് രണ്ടാമത്തെ ഇവന്റിന് കാരണമായത്. ദാറ്റ് ഈസ് പോസ്റ്റ് ഹോക്ക് ഇൻഫോർമൽ ഫാലസി. നെക്സ്റ്റ് വൺ, അപ്പീൽ ടു ഇമോഷൻ. ഇമോഷണൽ അപ്പീൽ നടത്തുവാണ്. യൂസിങ് ഇമോഷണൽ അപ്പീൽസ് റാദർ ദാൻ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ടു പെർസ്യൂഡ്. ഇവിടെ ഒരു ലോജിക്കൽ ആർഗ്യുമെന്റിന് പകരം ഒരു ഇമോഷണൽ അപ്പീൽ കൊണ്ടുവരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുക. എക്സാമ്പിൾ നോക്കിയേ, തിങ്ക് ഓഫ് ദ പുവർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ, ഹൗ ക്യാൻ യു നോട്ട് ഡൊണേറ്റ്. നോക്കിയേ, ആ ഒരു സ്റ്റാർവിംഗ് പുവർ ചിൽഡ്രനെ നോക്കിയേ, എങ്ങനെയാണ് നിനക്ക് അവർക്ക് ഡൊണേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക അല്ലേ? നമ്മൾ ഇമോഷണലി കൊണ്ടുപോവാണ് അല്ലെ? ഇമോഷണൽ അപ്പീൽ നടത്തുവാണ്. കണ്ടോ, തിങ്ക് ഓഫ് ദ പുവർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ അല്ലേ? ആ സ്റ്റാർവിംഗ് ചിൽഡ്രനെ ഒന്ന് ചിന്തിച്ച് നോക്കിയ ആ പുവർ സ്റ്റാർവിംഗ് ചിൽഡ്രൻ എങ്ങനെയാണ് നിങ്ങൾക്ക് അവർക്ക് ഡൊണേറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുക? നമ്മൾ ഇമോഷണലി അപ്പീൽ നടത്തുവാണെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു ഇമോഷൻ എന്ന് പറയുന്നത് അല്ലേ? ലോജിക്കൽ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നതിന് പകരം നമ്മളൊരു ഇമോഷണൽ അപ്പീൽ
അപ്പീൽ കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് ഈസ് അപ്പീൽ ടു ഇമോഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ദാറ്റ് ഈസ് റെഡ് ഹെറിംഗ് ഫാലസി. എന്താണ് റെഡ് ഹെറിംഗ് എന്ന് പറഞ്ഞാൽ? ഇൻട്രൊഡ്യൂസിങ് ആൻ ഇറെലവൻറ്റ് ടോപ്പിക് ടു ഡൈവേർട്ട് ദ അറ്റൻഷൻ ഫ്രം ദ മെയിൻ ഇഷ്യൂ. നമ്മുടെ മെയിൻ ഇഷ്യൂവിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എന്താണ് ഇറെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ കാര്യത്തിൽ നിന്നും നമ്മൾ എന്താണ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഇറെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന റെഡ് ഹെറിംഗ് എന്ന് പറയുന്നത്. അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെഡ് ഹെറിംഗ് ഫാലസി. അതായത് എന്താണ്? നമ്മുടെ മെയിൻ ഇഷ്യൂയിൽ നിന്നും നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് എന്ത് കൊണ്ടുവരുന്നു? ഒരു ഇറെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കൊണ്ടുവരുന്നതാണ് റെഡ് ഹെറിംഗ്. കണ്ടോ? വൈ വെറി അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് വെൻ ദർ ആർ സോ മെനി ഹോംലെസ് പീപ്പിൾ ടു ഹെൽപ്പ്? എന്തിനാണ് നിങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് വെറി ചെയ്യുന്നത്? അല്ലെ, എന്തോരം ആൾക്കാർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് സഹായിക്കാനായിട്ട്. കണ്ടോ, നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മറ്റൊരു ഇതിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ട് മറ്റൊരു ഇവിടെ റെലവൻ്റ് അല്ലാത്ത ഒരു ടോപ്പിക്കിനെ കൊണ്ടുവരുവാണ് അല്ലേ, ഒരു ഇഷ്യൂവിനെ കൊണ്ടുവരുന്നതാണ് റെഡ് ഹെറിംഗ് ഫാലസി അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചായിരുന്നു, പക്ഷേ എടുത്തിടുന്നതോ വെൻ ദർ ആർ സോ മെനി ഹോംലെസ് പീപ്പിൾ ടു ഹെൽപ്പ് എന്ന് പറയുക അല്ലേ. മെയിൻ ഇഷ്യൂവിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണ് അല്ലെ, അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറയുക. നെക്സ്റ്റ് നോക്കാം, അപ്പീൽ ടു അതോറിറ്റി. ക്ലെയിമിംഗ് സംതിങ് ഈസ് ട്രൂ ബിക്കോസ് ആൻ അതോറിറ്റി ഫിഗർ സേ സോ വിത്തൗട്ട് എവിഡൻസ്. എന്താണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് വെച്ചാൽ? അതോറിറ്റി ഒരു കാര്യം പറയുന്നത് കൊണ്ട് അത് ട്രൂ ആണ്, എവിഡൻസ് ഇല്ലെങ്കിൽ പോലും അതോറിറ്റി പറയുന്നത് കൊണ്ട് എന്താണ് അതിങ്ങനെയാണ്, അത് ട്രൂ ആണ് എന്ന് വിശ്വസിക്കുന്നതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുക. എക്സാമ്പിൾ കണ്ടോ, എ ഫേമസ് ആക്ടർ സേസ് ദിസ് ഡയറ്റ് വർക്ക്സ് സോ ഇറ്റ് മസ്റ്റ് ബി എഫക്റ്റീവ് അല്ലെ. ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടർ പറയുവാണ് ഈ ഡയറ്റ് വർക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ ഇത് എഫക്റ്റീവ് ആണ് എന്ന് പറയുവാണ്. അപ്പോൾ ഈ ഒരു എന്താണ് ഈ ഒരു കാര്യം എഫക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് എവിഡൻസ് ഇല്ല, ആക്ടർ പറയുന്നു അല്ലേ, ഫേമസ് ആയിട്ടുള്ള ആക്ടർ പറയുന്നു അതുകൊണ്ട് ഇത് എഫക്റ്റീവ് ആണ് അല്ലേ. അതോറിറ്റി അങ്ങനെ പറയുന്നു വിത്തൗട്ട് എവിഡൻസ് ആണെങ്കിൽ പോലും അത് ട്രൂ ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ബാൻഡ് വെഗൻ ഫാലസി. എന്താണ് ബാൻഡ് വെഗൻ ഫാലസി എന്ന് പറഞ്ഞാൽ? ബാൻഡ് വെഗൻ ഫാലസി മീൻസ് ആർഗ്യുവിംഗ് ദാറ്റ് സംതിങ് ഈസ് ട്രൂ ഓർ ഗുഡ് ബിക്കോസ് മെനി പീപ്പിൾ ബിലീവ് ഓർ ഡു ഇറ്റ്. ഒരുപാട് ആളുകൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ശരിയാണ് എന്ന് നമ്മൾ ആർഗ്യൂ ചെയ്യുവാണ്. സംതിങ് ട്രൂ ആണ് അല്ലെങ്കിൽ അത് ഗുഡാണ് ബിക്കോസ് എന്താണ് ഒത്തിരി ആളുകൾ അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അത് ബിലീവ് ചെയ്യുന്നു, അതുകൊണ്ട് ഇത് എന്താണ് കറക്റ്റാണ്. അത് ബാൻഡ് വെഗൻ ഫാലസിയിലെ ആഡ് പോപ്പുലം എന്ന് നമ്മൾ പറയാറുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, എവരിവൺ ഈസ് സ്വിച്ചിങ് ടു ദിസ് ഫോൺ ബ്രാൻഡ് ഇറ്റ് മസ്റ്റ് ബി ദ ബെസ്റ്റ്. എല്ലാവരും എന്താണ് ഈ ഒരു എന്താണ് ഫോണിൻ്റെ ബ്രാൻഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, അതുകൊണ്ട് ഇതെന്താണ് ബെസ്റ്റ് ആണെന്ന് പറയാം. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് അത് ബെസ്റ്റ് ആണ് എന്ന് പറയുന്നതാണ് ബാൻഡ് വെഗൻ പോളിസി, ബാൻഡ് വെഗൻ ഫാലസി. നെക്സ്റ്റ് നോക്കിയേ, ഫാൾസ് ഇക്വലൻസ്. കമ്പയറിങ് ടു തിങ്സ് ആസ് ദോ ദേ ആർ ഇക്വലൻറ്റ് വെൻ ദേ ആർ നോട്ട്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുവാണ്, അവർ ഈക്വലൻ്റ് അല്ല എങ്കിലും ഈക്വൽ ആണെന്നുള്ള രീതിയിൽ അതിനെ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൾസ് ഇക്വലൻസ്. കണ്ടോ, ഫാൾസ് തെറ്റായിട്ടുള്ള ഇക്വലൻസ് കൊണ്ടുവരിക. അതാണ് എന്ത്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഈക്വലൻ്റ് അല്ലെങ്കിൽ പോലും അവരെ എന്താണ് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൾസ് ഇക്വലൻസ് എന്ന് പറയുന്നത്. കണ്ടോ, ഫാൾസ് ഇക്വലൻസ് എന്താണ് പറയുന്നത് നോക്കിയേ. എക്സാമ്പിൾ, ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഈസ് ജസ്റ്റ് ആസ് ബാഡ് ആസ് സ്മോക്കിംഗ് സിഗരറ്റ്. എന്താണ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതിന് സ്മോക്ക് ചെയ്യുന്നതിന് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. രണ്ടും തെറ്റായ കാര്യമാണ്, പക്ഷെ അത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല അല്ലേ. രണ്ടിനെ എന്താണ് നമ്മുടെ സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതും ജങ്ക് ഫുഡ് കഴിക്കുന്നതും ഈക്വൽ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ, രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ. സോ കണ്ടോ, ഫാൾസ് ആയിട്ടുള്ള ഇക്വലൻസ്, രണ്ടും ശരിയായിട്ടുള്ള ഇക്വലൻസ് അല്ല അല്ലേ, രണ്ടും ഒരേപോലെ അല്ലെങ്കിലും അവരെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് ഫാൾസ് ഇക്വലൻസ് എന്ന് പറയുക. ബെഗിങ് ദ ക്വസ്റ്റ്യൻ, ബെഗിങ് ദ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു പേരാണ് പെറ്റിറ്റോ പ്രിൻസിപ്പി. എന്താണ് പെറ്റിറ്റോ പ്രിൻസിപ്പി ഓർ ബെഗിങ് ദ ക്വസ്റ്റ്യൻ? എന്താണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ? അസ്യൂമിങ് ദ ട്രൂത്ത് ഓഫ് വാട്ട് യു ആർ ട്രൈയിങ് ടു പ്രൂവ്. നമ്മൾ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ട്രൂത്ത് തന്നെയാണ് അസ്യൂം ചെയ്യുന്നത്. എക്സാമ്പിൾ കണ്ടോ, ഹീ ഈസ് ട്രസ്റ്റ് വർത്തി ബിക്കോസ് ഹീ ഓൾവേസ് സ്പീക്സ് ട്രൂത്ത്. പറയുവാണ് അയാൾ ട്രസ്റ്റ് വർത്തിയാണ്, അയാൾ എന്താണ് എപ്പോഴും ട്രൂത്തേ പറയാറുള്ളൂ എന്ന്. കണ്ടോ, ബെഗിങ് ദ ക്വസ്റ്റ്യൻ, വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരിക. ഹീ ഈസ്
ട്രസ്റ്റ് വർത്തി അല്ലേ, അയാൾ ട്രസ്റ്റ് വർത്തിയാണ്. ബിക്കോസ് എന്താണ്, ഹി ഓൾവേസ് സ്പീക്സ് ട്രൂത്ത്, അയാൾ എപ്പോഴും സത്യമേ പറയാറുള്ളൂ, അതുകൊണ്ട് അയാൾ എന്താണ്, ട്രസ്റ്റ് വർത്തിയാണെന്ന് പറയുന്നതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെറ്റിറ്റോ പ്രിൻസിപ്പി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇക്വിവൊക്കേഷൻ. എന്താണ് ഇക്വിവൊക്കേഷൻ? യൂസിങ് അംബിഗ്വസ് ലാംഗ്വേജ് ടു മിസ്ലീഡ് ഓർ മിസ്റെപ്രസെൻറ്റ് ദ ട്രൂത്ത്. എന്താണ്, നമുക്ക് അംബിഗ്വസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാലോ, ഇംഗ്ലീഷിൽ ചില വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഫൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫൈൻ, നമ്മൾ ഫൈൻ അടയ്ക്കണം, പിഴ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഫൈൻ എന്നുള്ള രീതിയിൽ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലയം ഫൈൻ, ഞാൻ ഓക്കെ ആണ്, ഫൈൻ ആണെന്നുള്ള രീതിയിലും പറയാറുണ്ടല്ലേ. അപ്പോൾ എന്താണ്, ചില ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയുന്നത് പല മീനിങ് വരുന്നതായിരിക്കും. സോ ആ ഒരു രീതിയിൽ നമ്മുടെ അംബിഗ്വസ് ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് മിസ്ലീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ദ സൈൻ സെഡ് ഫൈൻ ഫോർ പാർക്കിംഗ് സോ ഐ തോട്ട് ഇറ്റ് വാസ് ഫൈൻ ടു പാർക്ക് ഹിയർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ സൈൻ അവിടെ കണ്ടു, ഞാൻ എന്താണ് പറയുന്നത്, ഇവിടെ ഫൈൻ ഫോർ പാർക്കിംഗ് അല്ലേ. അപ്പോൾ ഇയാൾ എന്ത് വിചാരിച്ചു, ആ ഇവിടെ പാർക്ക് ചെയ്യാൻ ഓക്കെയാണ്, ഫൈനാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ പാർക്ക് ചെയ്യുന്നവർക്ക് ഫൈൻ ഉണ്ട്, പിഴയുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അർത്ഥം വന്നത്. കണ്ടോ, അപ്പം നമുക്ക് എന്താണ്, ഇവിടെ ഫൈനാണ്, ഓക്കെയാണ്, പാർക്ക് ചെയ്യാൻ ഫൈൻ ആണെന്നാണ് ഇയാൾ തെറ്റിദ്ധരിച്ചത്. അതിനെയാണ് നമ്മൾ ഇക്വിവൊക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, മിസ്ലീഡിങ് ആയിട്ട് നമ്മൾ എന്താണ് മിസ്ലീഡ് ചെയ്യുക അല്ലെ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് പറയുക അല്ലേ. ഫൈൻ എന്നുള്ള വാക്കിന് തന്നെ രണ്ട് മീനിങ് വരാം. ഓക്കെ അല്ലേ. അപ്പീൽ ടു ട്രഡീഷൻ. എന്താണ്, ആർഗ്യുവിങ് ദാറ്റ് സംതിങ് ഈസ് ബെറ്റർ ഓർ കറക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രഡീഷണൽ ഓർ ഹാസ് ബീൻ ഡൺ ഫോർ എ ലോങ് ടൈം. എന്തെങ്കിലും ഒരു കാര്യം അത് കറക്റ്റാണ് എന്ന് ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ്, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഇത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് കറക്റ്റാണ് എന്നിങ്ങനെ വെച്ചിരിക്കുവാണ്. അതിനെയാണ് നമ്മൾ അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയുക. എക്സാമ്പിൾ കണ്ടോ, വി ഹാവ് ഓൾവേസ് ഡൺ ഇറ്റ് ദിസ് വേ സോ ഇറ്റ് മസ്റ്റ് ബി ദ ബെസ്റ്റ് വേ അല്ലേ. നമ്മൾ എപ്പോഴും ഈ ഒരു രീതിയിലല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതായിരിക്കും എന്ത് ബെസ്റ്റ് വേ എന്ന് പറയുന്നതാണ് അപ്പീൽ ടു ട്രഡീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഫാൾസ് കോസ്, തെറ്റായ കോസ് ആണ്. അസ്യൂമിങ് എ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് എവിഡൻസ്. പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ തന്നെ എന്താണ് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് അസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാൾസ് കോസ് എന്ന് പറയുക. എന്താണ്, അതിന് വേണ്ട രീതിയിലുള്ള എന്തില്ല, ആ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഇല്ല അല്ലേ, അത് കാണിക്കാനുള്ള ഒരു സഫിഷ്യൻറ്റ് എവിഡൻസും ഇല്ല, എങ്കിലും എന്താണ് അവിടെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ഫാൾസ് കോസ് എന്ന് പറയുക. എക്സാമ്പിൾ കണ്ടോ, crime rates increased after video games because become popular so video games cause crime അല്ലേ. പൊട്ടത്തെറ്റാണല്ലേ പറയുന്നത്. എന്താ പറയുന്നത്, ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തത് വീഡിയോ ഗെയിംസ് പോപ്പുലർ ആയതിനു ശേഷമാണ്. സോ എന്താണ്, വീഡിയോ ഗെയിംസ് ആണ് ക്രൈമുകൾക്ക് കാരണമായത്. മൊത്തത്തിൽ നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റുമോ അല്ലേ, ഒരു റോങ് ആയിട്ടുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള കോസാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതായത് എന്താണ്, ക്രൈം ഇൻക്രീസ് ചെയ്തത് വീഡിയോ ഗെയിംസ് പോപ്പുലർ ആയതിനു ശേഷമാണ്, അതുകൊണ്ട് വീഡിയോ ഗെയിംസ് ആണ് ക്രൈം കൊണ്ടുവരാൻ കാരണം അല്ലേ. വീഡിയോ ഗെയിംസ് ആണ് അല്ലെങ്കിൽ ക്രൈമിന് കോസ് ആയത് വീഡിയോ ഗെയിംസ് ആണെന്ന് പറയുന്നത് തെറ്റാണല്ലേ, തെറ്റായ ഒരു കാരണമാണ്, അതാണ് ഫാൾസ് കോസ് എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, അനിക്ഡോട്ടൽ എവിഡൻസ്. എന്താണ് അനിക്ഡോട്ടൽ എവിഡൻസ് എന്ന് വെച്ചാൽ യൂസിങ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ ഐസൊലേറ്റഡ് എക്സാമ്പിൾസ് ആസ് എവിഡൻസ്. എന്താണ്, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ എന്താണ് ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന എക്സാമ്പിളുകളെല്ലാം എടുത്ത് എന്താണ് നമ്മൾ ഉപയോഗിക്കുകയാണ്, അതിനെയാണ് അനിക്ഡോട്ടൽ എവിഡൻസ്. എക്സാമ്പിൾ കണ്ടോ, മൈ ഗ്രാൻഡ് മദർ സ്മോക്ക്ഡ് ഹെയർ ഹോൾ ലൈഫ് ആൻഡ് ലിവ് ടു 90 സോ സ്മോക്കിംഗ് ഈസ് നോട്ട് ഡേഞ്ചറസ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഗ്രാൻഡ് മദർ തട്ടിപ്പോകാതിരുന്നത് അല്ലേ. ഗ്രാൻഡ് മദർ എന്താണ് ജീവിതകാലം മുഴുവൻ എന്താണ് സ്മോക്ക് ചെയ്യുമായിരുന്നു, പക്ഷേ എന്താണ് 90 വയസ്സ് വരെ അവർ ജീവിച്ചിരുന്നു എന്നും പറഞ്ഞാൽ എന്താണ് സ്മോക്കിംഗ് ഡേഞ്ചറസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. പേഴ്സണൽ എക്സ്പീരിയൻസ് എടുത്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അല്ലേ. ഇതൊരു ഐസൊലേറ്റഡ് എക്സാമ്പിൾ, 1-2 പേരെ ഇങ്ങനെയൊക്കെ ജീവിച്ചുള്ളായിരിക്കും അല്ലേ അല്ലേ. ആ ഒരു രീതിയിൽ വരുന്നതാണ് അനിക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, കോമ്പോസിഷൻ ഫാലസി. നമുക്ക് 2 ഫാലസികളാണ് ഇവിടെ ഒന്നിച്ച് നോക്കാനുള്ളത്, ദാറ്റ് ഈസ് കോമ്പോസിഷൻ ഫാലസിയും അതുപോലെ തന്നെ എന്താണ് 2 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡിവിഷൻ ഫാലസിയും. ആദ്യം നോക്കിയേ, എന്താണ് കോമ്പോസിഷൻ ഫാലസി, അസ്യൂമിങ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഓഫ് ദ പാർട്ട് മസ്റ്റ് ബി ട്രൂ ഓഫ് ദ ഹോൾ. എന്താണ്, അതായത് പാർട്ടായിട്ട് എന്താണോ ട്രൂ അതെന്താണ് ഹോളായിട്ടും ട്രൂ ആയിരിക്കും എന്നാണ് പറയുക. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈച്ച് പ്ലെയർ ഓൺ ദ ടീം ഈസ് എക്സലൻറ്റ്. എന്താണ്, ആ ഒരു ടീമിലെ എല്ലാ പ്ലെയറും അല്ലേ എക്സലൻ്റ് ആണ്, സോ ദ ടീം മസ്റ്റ് ബി എക്സലൻറ്റ്. അതുകൊണ്ട് ടീം എക്സലൻ്റ് ആകണമെന്നുണ്ടോ, ഇല്ല. ഓരോ
ഓരോ പ്ലെയേഴ്സും ഇൻഡിവിജ്വലി അവരെന്താണ് എക്സലൻ്റ് ആണ് എന്ന് പറഞ്ഞ് എന്താണ് എല്ലാ ടീം മുഴുവനായിട്ടും അതുകൊണ്ട് ആ ഒരു ടീം മൊത്തമേ എക്സലൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതാണ് കോമ്പോസിഷനിലുള്ള ഫാലസി. ഇതിന് നേരെ തിരിച്ചാണ്, റിവേഴ്സ് ആണ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഡിവിഷൻ ഫാലസി. അസ്യൂമിങ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഓഫ് ദ ഹോൾ മസ്റ്റ് ബി ട്രൂ ഓഫ് പാർട്ട്. മൊത്തത്തിൽ എന്താണോ ട്രൂ അതുകൊണ്ട് അതിൻ്റെ പാർട്ടായിട്ടും അത് ട്രൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താണ്, പാർട്ടായിട്ട് ട്രൂ ആണെങ്കിൽ മൊത്തത്തിൽ ട്രൂ ആണെന്നാണ് പറഞ്ഞത് ആദ്യത്തെ കോമ്പോസിഷൻ. ഡിവിഷനിലേക്ക് വരുമ്പോൾ എന്താണ്, അസ്യൂമിങ് ദാറ്റ് വാട്ട് ഈസ് ട്രൂ ഓഫ് ദ ഹോൾ, അല്ലെ, മൊത്തത്തിൽ എന്താണോ ട്രൂ അതെന്താണ് അതിൻ്റെ പാർട്ടായിട്ടും ട്രൂ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഡിവിഷൻ ഫാലസി. കണ്ടോ, ദ കമ്പനി ഈസ് പ്രോഫിറ്റബിൾ സോ എവറി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി പ്രോഫിറ്റബിൾ ടു. അല്ലെ, കമ്പനി പ്രോഫിറ്റബിൾ ആണ് അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രോഫിറ്റ് ആണോ എന്നുണ്ടോ? അല്ല, അല്ലെ, ചിലപ്പോൾ എന്താണ് കൂടുതൽ ലോസ് മേക്കിംഗ് കാണും, കൂടുതൽ പ്രോഫിറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണും, അല്ലെ. അപ്പം കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും പ്രോഫിറ്റബിൾ ആകണമെന്നില്ല. ദാറ്റ് ഈസ് ഡിവിഷൻ ഫാലസി. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ദാറ്റ് ഈസ് ജെനറ്റിക് ഫാലസി. എന്താണ് ജെനറ്റിക് ഫാലസി? ജഡ്ജിങ് സംതിങ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒറിജിൻ ഓർ സോഴ്സ് റാദർ ദാൻ ഇറ്റ്സ് മെറിറ്റ്സ്. ഒരു വസ്തുവിൻ്റെ മെറിറ്റ് അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മെറിറ്റ് നോക്കാതെ അതിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സിനെ വെച്ച് അതിനെ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് ജെനറ്റിക് ഫാലസി എന്ന് പറയുന്നത്. കണ്ടോ, യു കാൻ ട്രസ്റ്റ് ഹിസ് അഡ്വൈസ് ഓൺ ഫിനാൻസ് ബിക്കോസ് ഹി ഗ്രൂ അപ്പ് പുവർ. എന്താണ്, അവൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് ഒന്നും കേൾക്കണ്ട, അവൻ എങ്ങനെയാണ് ജനിച്ചത് തന്നെ എന്താണ് ഒരു പുവർ ആയിട്ടാണ് അവൻ ജനിച്ചതും വളർന്നതും ഒക്കെ. കണ്ടോ, അയാളുടെ മെറിറ്റിനെ നോക്കാതെ അയാളുടെ ഒറിജിനെയോ സോഴ്സിനെയോ വെച്ചിട്ട് നമ്മൾ എന്തിനെങ്കിലും ജഡ്ജ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ജെനറ്റിക് ഫാലസി. കണ്ടോ, യു ക്യാൻ ട്രസ്റ്റ് ഹിസ് അഡ്വൈസ് ഓൺ ഫിനാൻസ് ബിക്കോസ് ഹി ഗ്രൂ അപ്പ് പുവർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ആണ് ടോക്യുക്യൂ. എന്താണ് ഈ ടോക്യുക്യൂ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് യു ടു എന്നാണ് അർത്ഥം വരിക. എന്താണ് യു ടു എന്നാണ് അർത്ഥം വരിക. ടോക്യുക്യൂ റിജക്റ്റിംഗ് ദ ആർഗ്യുമെന്റ് ബൈ ക്ലെയിമിംഗ് ദ ഒപ്പോണന്റ് ഈസ് ഗിൽറ്റി ഓഫ് ദ സെയിം ബിഹേവിയർ. ഒരു ആർഗ്യുമെന്റിനെ നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ്. എന്താണ്, ഒപ്പോണന്റ് ഈ ഒരു സെയിം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താണ് നമ്മൾ ആ ഒരു ആർഗ്യുമെന്റിനെ റിജക്റ്റ് ചെയ്ത് അങ്ങനെ ക്ലെയിം ചെയ്യുന്നതിനെയാണ് ടോക്യുക്യൂ എന്ന് പറയുക. അതിൻ്റെ മീനിങ് യു ടു എന്നാണ് അർത്ഥം വരിക. എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. യു സേ സ്മോക്കിംഗ് ഈസ് അൺഹെൽത്തി ബട്ട് യു സ്മോക്ക് ടു. അല്ലെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ സ്മോക്കിംഗ് അൺഹെൽത്തി ആണെന്ന്, അല്ലെ, അൺഹെൽത്തി ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് ബട്ട് യു ടു സ്മോക്ക്, എന്നിട്ട് നിങ്ങളും സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബട്ട് യു സ്മോക്ക് ടു, എന്നിട്ട് നിങ്ങളും സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. കണ്ടോ, അതായത് ഒരു എന്താണ് റിജക്റ്റിംഗ് ദ ആർഗ്യുമെന്റ്. എങ്ങനെയാണ് ആർഗ്യുമെന്റിനെ റിജക്റ്റ് ചെയ്യുന്നത്? ഒപ്പോണന്റ് ഈ ഒരു സെയിം ഗിൽറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളോട് പറയുന്നത് എന്നുള്ള രീതിയിലാണ്. യു ടു, നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളോട് പറയുന്നത് എന്നുള്ള രീതിയിൽ റിജക്റ്റ് ചെയ്യുവാണ്. അല്ലെ, യു സേ സ്മോക്കിംഗ് അൺഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്, എന്നിട്ടും എന്താണ് നിങ്ങളും സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നതാണ് ടോക്യുക്യൂ അഥവാ യു ടു. അപ്പീൽ ടു നേച്ചർ, ആർഗ്യുവിങ് ദാറ്റ് സംതിങ് ഈസ് ഗുഡ് ഓർ റൈറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നാച്ചുറൽ. അല്ലെ, എന്തെങ്കിലും സാധനം എന്താണ് ഗുഡ് ആണല്ലേ റൈറ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അത് നാച്ചുറൽ ആയതുകൊണ്ടാണെന്ന് പറയുന്നു. എക്സാമ്പിൾ കണ്ടോ, ഹെർബൽ മെഡിസിൻസ് ആർ ബെറ്റർ ബിക്കോസ് ദേ ആർ നാച്ചുറൽ. ഹെർബൽ മെഡിസിൻസ് ബെറ്റർ ആണ്, അത് നാച്ചുറൽ ആയതുകൊണ്ട് ഹെർബൽ മെഡിസിൻസ് ബെറ്റർ ആണെന്ന് പറയുന്നു. ദെൻ നോക്കിയേ, ഓവർ സിംപ്ലിഫിക്കേഷൻ. എന്താണ് ഓവർ സിംപ്ലിഫിക്കേഷൻ? റെഡ്യൂസിങ് എ കോംപ്ലക്സ് ഇഷ്യൂ ടു എ സിമ്പിൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂവിനെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിലേക്ക് എന്താണ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഓവർ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. കണ്ടോ, അൺഎംപ്ലോയ്മെന്റ് ഈസ് കോസ്ഡ് ബൈ ഇമിഗ്രേഷൻ. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ, അല്ലെ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അൺഎംപ്ലോയ്മെന്റ്. അതെന്താണ് ഇമിഗ്രേഷൻ കൊണ്ടാണ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് ഇമിഗ്രേഷൻ കൊണ്ടാണെന്ന് പറയുന്നത് തെറ്റാണല്ലേ. ഓവർ സിംപ്ലിഫൈ ചെയ്യുന്നു, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ ഒരു സിമ്പിൾ കാര്യമാക്കി മാറ്റി അങ്ങനെയാണ് എന്ന് പറയുന്നതിനെയാണ്, അങ്ങനെ ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഓവർ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്